നമ്മൾ 18ാമത്തെ പാഠം ചില പ്രത്യേക സുന്നത്തുകൾ എന്ന പാഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന അബ്ആദു സുന്നത്ത് എന്നാണ്. എന്താണ് അബ്ആദു സുന്നത്തുകൾ? ഇവിടെ ഉണ്ട് അതിൻ്റെ പേര്, ഇതാ അബ്ആദു സുന്നത്തുകൾ. കണ്ടില്ലേ, അബ്ആദു സുന്നത്തുകൾ എന്ന് പറയുന്നു. എന്താണ് അബ്ആദു സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ, ഇവ നഷ്ടപ്പെട്ടു പോയാൽ സലാമിന് തൊട്ടു മുമ്പ് 2 സുജൂദ് ചെയ്ത് പരിഹരിക്കൽ സുന്നത്താണ്. അങ്ങനത്തെ സുന്നത്തുകൾക്കാണ് എന്ത് പറയുക? അബ്ആദു സുന്നത്ത് എന്ന് പറയുക. അപ്പോൾ പഠിച്ചു വെക്കണം, എന്താണ് അബ്ആദു സുന്നത്ത്? ഇവ നഷ്ടപ്പെട്ടു പോയാൽ, നമ്മൾ സലാം വിട്ടൂല്ലേ, നിസ്കാരത്തിന് സലാം വിട്ടു, ആ സലാം വിട്ടുന്നതിന് തൊട്ട് മുമ്പായി എന്ത് ചെയ്യുക? വീണ്ടും സുജൂദിക്ക് പോവുക. അത്തഹിയ്യാത്തൊക്കെ ചൊല്ലി മസീഹത്ത് ദജ്ജാൽ വരെ ചൊല്ലി കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ അസ്സലാമു അലൈക്കും സലാം വീട്ടാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ വീണ്ടും സുജൂദിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ സുജൂദിൽ ചെല്ലേണ്ട ദിക്ർ ചൊല്ലിയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരിക. എന്നിട്ട് റബ്ബി ഗഫിർലി ചൊല്ലിയിട്ട് വീണ്ടും സുജൂദിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും വന്നിട്ട് അത്തഹിയ്യാത്തൊന്നും ചെല്ലേണ്ട, നേരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞ് സലാം വീട്ടുക. ഇതാണ് അതിൻ്റെ രൂപം. അപ്പോൾ നമ്മൾ ഈ 7 സുന്നത്തുകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ 7 സുന്നത്തിൽ ഏതെങ്കിലും ഒരു സുന്നത്ത് നമ്മൾ ഒഴിവാക്കിയാൽ നമ്മൾക്ക് എന്ത് സുന്നത്താണ്? ഈ സലാം വീട്ടുന്നതിന് മുമ്പ് 2 സുജൂദ് ചെയ്താൽ എന്താകും? നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഏത് സുന്നത്താണോ നമ്മൾ നഷ്ടപ്പെടുത്തിയത് അതിനെന്താകും? സൊല്യൂഷൻ ആവും, അതിന് നമുക്ക് പരിഹാരമാകും. അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കേണ്ടത് എന്താണ് അബ്ആദു സുന്നത്ത്? അത് നിങ്ങൾ പഠിച്ചു. എന്താ? ഇവ നഷ്ടപ്പെട്ടു പോയാൽ സലാമിൻ്റെ തൊട്ട് മുമ്പ് 2 സുജൂദ് ചെയ്ത് പരിഹരിക്കൽ സുന്നത്താണ്. അത്തരം സുന്നത്തുകൾക്കാണ് എന്ത് പറയുക? അബ്ആദു സുന്നത്ത് എന്ന് പറയുക. ഇനി ഈ സുജൂദിനാണ് സഹുവിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. സഹുവിൻ്റെ സുജൂദ് എന്ന് പറയുന്നത് കണ്ടോ? അപ്പോൾ ഇവിടെ സഹുവിൻ്റെ സുജൂദ് എന്താണ് സഹുവിൻ്റെ സുജൂദ്? അബ്ആദു സുന്നത്തുകൾ നഷ്ടപ്പെട്ടതിന് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന സുജൂദാണ് സഹുവിൻ്റെ സുജൂദ്. അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പ് 2 സുജൂദ് ചെയ്യുന്നു, അങ്ങനെ പരിഹരിക്കുന്നതിനാണ് എന്ത് പറയുക? സഹുവിൻ്റെ സുജൂദ് എന്ന് പറയുക. അങ്ങനെ എഴുതിയാലും ഉത്തരം ശരിയാകും. പിന്നെ 3ാമത്തെ പഠിക്കേണ്ട പോയിന്റ്, സഹുവിൻ്റെ എന്താണ്? അബ്ആദു സുന്നത്തുകൾ എത്ര? അബ്ആദു സുന്നത്തുകൾ 7 ആകുന്നു. എന്തായാലും അബ്ആദു സുന്നത്ത് നിർബന്ധമായും ഒരു 4 നിർബന്ധമായും നിങ്ങൾ പഠിക്കണം. മൊത്തം 7 ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായത് നിങ്ങൾ എടുത്താൽ മതി, ഏറ്റവും ചെറുത് ഷോർട്ടായത് എടുത്താൽ മതി. 1ാമത്തെ തഹിയ്യാത്ത് എല്ലാം പഠിക്കണം. ചിലപ്പോൾ ചില സമയത്ത് പരീക്ഷയ്ക്ക് ഇതെല്ലാം മിക്സാക്കി തരും. ഫർളും കറാഹത്തും അബ്ആദു സുന്നത്തൊക്കെ മിക്സാക്കി തന്നിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറയും? നിങ്ങളോട് വേർതിരിക്കാൻ പറയും. അപ്പോൾ എല്ലാം നിങ്ങൾ പഠിക്കണം. പക്ഷേ നിങ്ങളോട് 2 അബ്ആദു സുന്നത്തിൽ 3 അബ്ആദു സുന്നത്ത് എഴുതാൻ വരുന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഷോർട്ടായത് പഠിച്ചു വെച്ചാൽ അത് എഴുതിയാൽ മതി. ഇതാ 1ാമത്തെ തഹിയ്യാത്ത്. 1ാമത്തെ തഹിയ്യാത്ത് എന്താണ്? അബ്ആദു സുന്നത്താണ്. പിന്നെ 1ാം അത്തഹിയ്യാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അപ്പോൾ 2 പഠിച്ചു, 2 അടുത്തടുത്തല്ലേ? 1ാം അത്തഹിയ്യാത്ത്, പിന്നെ 1ാം അത്തഹിയ്യാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അപ്പോൾ 2 ജോഡിയാക്കി പഠിച്ചാൽ മതി. 1ാം അത്തഹിയ്യാത്ത്, 1ാം അത്തഹിയ്യാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഇപ്പൊ തന്നെ നിങ്ങൾ 2 പഠിച്ചിട്ടോ. അതിന് 1ാം അത്തഹിയ്യാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ. അതാ. അപ്പോൾ 3 ഒരു സെറ്റാണ് 3. 1ാം അത്തഹിയ്യാത്ത്, 2 1ാം അത്തഹിയ്യാത്തിനും ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. 1ാം അത്തഹിയ്യാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ. 3 ഒരു സെറ്റായി പഠിച്ചു. അടുത്ത 4ാമത്തെ സുബഹിയിലും റമളാൻ അവസാനത്തെ പകുതിയിലെ വിത്റിലും കുനൂത്തോതൽ. ഇത് ഒരു തവണ പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. സുബഹിയിലും റമളാൻ അവസാനത്തെ പകുതിയിലും ഡാഷ് എന്താണ്? വിത്റിലും ഡാഷ് ഓതൽ. എന്താ? കുനൂത്ത് ഓതൽ. അപ്പൊ സുബഹിയിൽ കുനൂത്ത് ഓതിയാൽ ആ കുനൂത്ത് നമ്മൾ മറന്നുപോയാൽ, ആ കുനൂത്ത് ഓതാൻ മറന്നുപോയാൽ നമുക്ക് എന്ത് ചെയ്യാം? സഹുവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാം. അതുപോലെ വിത്റിലും കുനൂത്ത് ഓതൽ സുന്നത്താണ്. പഠിച്ചല്ലോ. സുബഹിയിലും റമളാൻ അവസാനത്തെ പകുതിയിലെ വിത്റിലും കുനൂത്തോതൽ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കുക. അടുത്ത 5ാമത്ത് കുനൂത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിന്റെയും മേൽ സ്വലാത്തും സലാമും ചൊല്ലൽ. അപ്പൊ ഒരു സെറ്റാ വരുന്നത്. കുനൂത്തിനും 6ാമത്തെ കുനൂത്തിനും സ്വലാത്തിനും സലാമിനും വേണ്ടി നിൽക്കൽ. ആണ്ടാ. അപ്പോൾ ആദ്യത്തെ 3 ഒരു സെറ്റ്, അടുത്ത 3 ഒരു സെറ്റ്. 7ാമത്തത് അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ. നബിയുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത്. അപ്പോൾ ഇത് പഠിക്കാൻ വളരെ സിമ്പിളാട്ടോ, നല്ല ട്രിക്ക് ഉണ്ട്. ആദ്യത്തെ 3 ഒരു സെറ്റും, പിന്നത്തെ 3 ഒരു സെറ്റും, പിന്നെ ലാസ്റ്റ് 1 ഒറ്റക്കും. അപ്പൊ എന്തായി? 7 സെറ്റായി. ഇതാണ് അബ്ആദു സുന്നത്തുകൾ എന്ന് പറയുന്നത്. ഇത് നിർബന്ധമായ ഒരു 4 3 നിങ്ങൾക്ക് കൃത്യമായി കാണാതെ എഴുതാനും കാണാതെ പറയാനും കിട്ടണം. അതിന് പുറമെ നിങ്ങൾക്ക് തെറ്റ് തിരുത്താനും അതുപോലെ മിക്സാക്കി തന്നിട്ട് അതിൽ നിന്ന് വേർതിരിച്ചെഴുതാനും 2 രൂപത്തിലും 3 രൂപത്തിൽ ഈ ചോദ്യം വരാറുണ്ട്. അടുത്തത് ഇവക്ക് അബ്ആദു സുന്നത്തുകൾ എന്ന് പറയുന്നു.
ഇവയല്ലാത്തവക്ക് ഹൈആത്ത് സുന്നത്തുകൾ എന്ന് പറയും. ഇത് 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 പഠിച്ചു വെച്ചോ. ഇവയല്ലാത്തവക്ക് ഹൈആത്ത് സുന്നത്തുകൾ എന്ന് പറയും. പരീക്ഷയ്ക്ക് ഒരു തവണ ചോദ്യം വന്നിട്ടുണ്ട്. അബ്ആദ് സുന്നത്തുകൾ അല്ലാത്തവക്ക് എന്താണ് പറയുക? ഹൈ ആത്ത്. എന്താണ്? ഹൈ ആത്ത് സുന്നത്തുകൾ എന്ന് പറയുന്നു. ഇനി ചോദ്യം ഇങ്ങനെ വരും, ഹൈ ആത്ത് സുന്നത്തുകൾ എന്നാൽ എന്ത്? അബ്ആദ് സുന്നത്ത് അല്ലാത്തവയാണ് ഹൈ ആത്ത് സുന്നത്തുകൾ. അങ്ങനെ എഴുതിയാൽ ഉത്തരം ശരിയായി. അതാണ് 18ാമത്തെ പാഠം നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. 19ാമത്തെ പാഠം. ഈ 19ാമത്തെ പാഠത്തിൽ ഒരുപാട് തവണ ആവർത്തിച്ചു വന്നൊരു ചോദ്യമുണ്ട്. അതെന്താണ്? നിസ്കാര ശേഷം ധാരാളം ദിക്റുകളും ദുആകളും ഉണ്ട്. സലാം വീട്ടിയ ഉടനെ ഡാഷ്. സലാം വീട്ടിയ ഉടനെ ചെല്ലേണ്ട ദിക്ർ എന്താണ്? ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പഠിച്ചു വെച്ചോളൂ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് എല്ലാ കുട്ടികൾക്കും അറിയും, പക്ഷേ ഇത് എഴുതുമ്പോഴാണ് പല കുട്ടികൾക്കും മിസ്റ്റേക്ക് വരിക. അസ്തഗ്ഫിറും അള്ളാഹും ചില ആൾ മുട്ടിച്ചെഴുതും, ഇങ്ങനെ ജോയിൻ്റ് ആക്കി എഴുതും. അങ്ങനെ ജോയിൻ്റ് ആക്കി എഴുതാൻ പാടില്ല. അസ്തഗ്ഫിറു വേറെ, അള്ളാഹു വേറെ. അൽ അലീം എന്ന് എഴുതുമ്പോൾ ഐനാണ്, ലോ ആണ്, യാ ആണ്, മീമാണ്. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 തവണ ചൊല്ലണം. പഠിച്ചു വെക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 തവണ ചൊല്ലണം. ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇവ ഓരോന്നും 33 പ്രാവശ്യം ചൊല്ലണം. അതെല്ലാവർക്കും അറിയാം അല്ലേ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അപ്പോൾ 99ആയി. 100 പൂർത്തിയാക്കാൻ ഒരു ദിക്റുണ്ട്. അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊന്നും ഇതുവരെ ഒരു പരീക്ഷയ്ക്കും ചോദിച്ചിട്ടില്ല. ഒരു പക്ഷേ 2025 ചോദ്യം മുഴുവനും പഴയ ചോദ്യ പേപ്പറിന്റെ പാറ്റേൺ മാറ്റിയിട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇത് ചോദിക്കും. അതുകൊണ്ട് ഇതും കാണാതെ പഠിക്കുക എല്ലാവരും. എല്ലാ വർഷവും ആവർത്തിച്ചു വന്ന ചോദ്യം ഇതാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അഥവാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെല്ലേണ്ട ദിക്ർ എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പിന്നെ 100 പൂർത്തിയാക്കാൻ ചെല്ലേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലി 100 പൂർത്തിയാക്കാം. പിന്നെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യണം. ലഘുവായ ഒരു ദുആ നമുക്ക് ഇപ്പോൾ പഠിക്കാം. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞാൽ 100 പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അത് കഴിഞ്ഞ് നമ്മൾ ദുആ ഇറക്കണം. ഈ ദുആ പരീക്ഷയ്ക്ക് ഇത്രയും കാലം വന്ന ഭാഗം ഇതാണ്, പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സീന മുഹമ്മദ് വഅലാ ആലി സീന മുഹമ്മദ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. കണ്ടോ, ദുആ കഴിഞ്ഞു. ഇനി നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ഇറക്കുന്ന ദുആണ്. ഈ ദുആ ഡിസോർഡർ ആക്കി തന്നിട്ട് ഓർഡർ ആക്കാനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും 2 രൂപത്തിൽ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. നിർബന്ധമായി പഠിക്കണം. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇത് അങ്ങനെ തന്നെ ഒരുപാട് തവണ വായിച്ച് കാണാതെ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഈ പാഠം നമ്മൾ കംപ്ലീറ്റ് ആയി. നമ്മൾ അടുത്ത ഈ പാഠത്തിൽ കുറച്ചും കൂടി പഠിക്കാനുണ്ട്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതാണ് ഇനി പറയാൻ പോകുന്നത്. നിസ്കാരവും പ്രാർത്ഥനയും പഠിച്ചു കഴിഞ്ഞു കുട്ടികൾ വളരെ സന്തോഷത്തിലായിരുന്നു. എല്ലാം പ്രവർത്തിച്ചു പഠിക്കാൻ കഴിഞ്ഞതിൻ്റെ ഉത്സാഹം. കുട്ടികളെ ചിലപ്പോൾ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്, അവ സൂക്ഷിക്കണം. നിസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ഇല്ലാതാക്കാൻ അവ കാരണമാകും. ഉസ്താദ് വിശദീകരിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിസ്കാരത്തിൻ്റെ കറാഹത്തുകളാണ്. നിസ്കാരത്തിൽ വരാവുന്ന കറാഹത്തുകൾ ഇവിടെ 6 കറാഹത്ത് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ഒരു 3 കറാഹത്ത് നിർബന്ധമായും കാണാതെ പഠിക്കണം. 1. രണ്ടാമത്, നിങ്ങൾക്ക് ഇതിൻ്റെ ചോദ്യം വരിക കറാഹത്ത് തരും, അബ്ആദ് സുന്നത്ത് തരും, ഫർളും തരും. ഇത് വേർതിരിച്ചെഴുതാനുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള സുന്നത്തുകൾ കറാഹത്തുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ 3 കറാഹത്ത് നിങ്ങൾ ബൈഹാട്ടാക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. കറാഹത്തുകൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നിസ്കാരത്തിൽ കാലുകൾ ചേർത്തി വെക്കുക. 2 കാലും ഇങ്ങനെ ചേർത്തി വെക്കുക. അതെന്താണ്? കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം ശരിയാവും, പക്ഷേ നിസ്കാരത്തിന്റെ പൂർണ്ണത നഷ്ടപ്പെടും. അതിന് പൂർണ്ണമായൊരു കൂലി കിട്ടൂല. പൂർണ്ണമായിട്ട് അതിൻ്റെ കൂലി എന്താവില്ല, കിട്ടൂല. പിന്നെ തലയും ചുമലും തുറന്നിടുക. തല മറക്കാതെ നിസ്കരിക്കുക. അതുപോലെ ചുമല് മറക്കാതെ, തോള് അത് മറക്കാതെ നിസ്കരിക്കുക. ഒരു കാലിൽ ഇങ്ങനെ നിൽക്കുക, ഒരു കാലിൽ നിന്നിട്ട് നിസ്കരിക്കുക. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരു സെറ്റാക്കി പഠിക്കാം. നിസ്കാരത്തിൽ കാലുകൾ ചേർത്തി വെക്കുക, ഒരു കാലിൽ നിൽക്കുക. അത് രണ്ടും ഒരു സെറ്റാക്കി പഠിക്കുക. പിന്നെ തലയും ചുമലും തുറന്നിടുക. അപ്പോൾ 3 ഇനി അടുത്തെന്താ? മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും. നിസ്കാരത്തിന് മുകളിലേക്ക് നോക്കുക, അത് കറാഹത്താണ്. അതുപോലെ വസ്ത്രം, മുടി എന്നിവ ചുരുട്ടി വെക്കുക. വസ്ത്രമൊക്കെ എന്ത് ചെയ്യുക? ചുരുട്ടി വെക്കുക. ഇങ്ങനെ മേലോട്ട് മടക്കി വെക്കൂലേ, അത്. അതുപോലെ നടുവിന് കൈ കൊടുക്കുക, ഊരക്ക് കൈ കൊടുക്കുക.
അപ്പോൾ അതൊക്കെ എന്താണ് നിസ്കാരത്തിലെ കറാഹത്തുകളാണ്. അപ്പോൾ ആ ഒരു 3 കറാഹത്ത് നിങ്ങൾക്ക് സിമ്പിളായത് നിങ്ങൾ കാണാതെ പഠിക്കണം, നിർബന്ധമായി പഠിക്കണം. ഞാൻ പറഞ്ഞ പോലെ സെറ്റാക്കി പഠിച്ചാൽ മതി. അപ്പോൾ ഇവ സൂക്ഷിക്കണം, ഇവ കറാഹത്താണ്. കുട്ടികൾ കൂടുതൽ കരുതലോടെ നിസ്കരിക്കാൻ തീരുമാനമെടുത്തു. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് നിസ്കാരത്തിലെ കറാഹത്തുകൾ 6 എണ്ണം പഠിച്ചിട്ടുണ്ട്. അതിൽ 3 എണ്ണം ബൈഹാട്ടാക്കുക, ബാക്കി 3 എണ്ണം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഗ്രൂപ്പ് ആക്കാൻ ഉണ്ടാവും. അപ്പോൾ ഈ പാഠം കഴിഞ്ഞ് നമ്മൾ അടുത്ത പാഠം, ലാസ്റ്റ് പാഠത്തിലേക്ക് പോവുകയാണ്. നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയാം. ഇത് ബാത്തിലാകുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നമ്മൾ ഔട്ടാവും. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഓൻ ഔട്ടായി എന്ന് പറയില്ലേ, ഓൻ കളിയിൽ നിന്ന് ഔട്ടായി എന്ന് പറയും. എന്നതുപോലെ നമ്മൾ നിസ്കാരത്തിൽ നിന്ന് എന്തായി പോകും, ഔട്ടായി പോകും. അങ്ങനെ ഔട്ടായി പോകുന്ന കാര്യങ്ങൾ 5 എണ്ണമാണ്. 5 എണ്ണമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ 5. ഒന്നെന്താണ്, നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക. നിസ്കാരത്തിന് 14 ഫർളുണ്ട്, 14 അല്ലേ, നമ്മൾ പഠിച്ചു. ഈ 14 ഫർളിനെ ഏതെങ്കിലും ഫർള് ഒഴിവാക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ ഫാത്തിഹ ഓതി കഴിഞ്ഞു, എന്നിട്ട് സൂറത്ത് ഓതി കഴിഞ്ഞു, എന്നിട്ട് റുക്കോയിലേക്ക് പോവാതെ നേരെ സുജൂദിലേക്കാണ് പോയി ആൾ. ഇപ്പം എത്ര ഫർളുകൾ അയാൾ ഒഴിവാക്കി? 2 ഫർള് ഒഴിവാക്കി അല്ലേ. റുക്കോയി ചെയ്തിട്ടില്ല, എഴുത്തിദാലും ചെയ്തിട്ടില്ല. അപ്പോൾ 2 ഫർള് ഒഴിവാക്കി. അപ്പോൾ അയാൾ നിസ്കാരം ശരിയാവുമോ? ഇല്ല. അപ്പോൾ നിസ്കാരം ബാത്തിലായോ? ബാത്തിലായി. പിന്നെ അയാൾക്ക് നിസ്കാരം തുടരാൻ പറ്റുമോ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അയാൾ നിസ്കാരം നിർത്തി കട്ട് ചെയ്തിട്ട് പോകണം. എന്നിട്ട് പിന്നെ രണ്ടാമത് എന്ത് ചെയ്യണം, പുതിയ നിസ്കരിക്കണം. അപ്പോൾ ഒന്നാമത്തെ എന്താ, നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക. അത് നിങ്ങൾ പഠിച്ചില്ലേ. 2, ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക. എന്താ ഈ ഭംഗം വരിക എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഷർത്തിന് മിസ്റ്റേക്ക് വരിക. എന്താ ഷർത്ത് എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിന് 5 ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, അതുപോലെ ഔറത്ത് മറക്കുക, കിബിലക്ക് മുന്നോട്ട്, അങ്ങനെ നമ്മൾ കുറേ ഷർത്തുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഷർത്ത് നമ്മൾ എന്ത് ചെയ്തു, മിസ്റ്റേക്ക് വരുത്തി. ഒരാൾ ഔറത്ത് മറക്കാതെ നിസ്കരിച്ചു. പൂക്കൾ മറക്കണമല്ലോ, പുരുഷന്മാരെന്ത് ചെയ്യണം, പൂക്കൾ മുതൽ മുട്ട് വരെ മറക്കണം. ഒരാൾ പൂക്കളൊന്നും മറക്കാതെ എന്ത് ചെയ്തു, താഴേക്ക് പാൻ്റ് എടുത്തിട്ട് നിസ്കരിച്ചു. എന്നാൽ എന്താവില്ല, ഓൻ്റെ നിസ്കാരം ശരിയാവില്ല, നിസ്കാരം ബാത്തിലായി. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക, ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരും. അടുത്ത് 2 അക്ഷരമോ അർത്ഥമുള്ള 1 അക്ഷരമോ ഉച്ചരിക്കുക. 2 അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ, 2 അക്ഷരം ആ, അത് 1 അക്ഷരമാണ്. അബ് 2 അക്ഷരം. അപ്പോൾ 2 അക്ഷരമോ അല്ലെങ്കിൽ അർത്ഥമുള്ള 1 അക്ഷരം ഉച്ചരിച്ചാൽ എന്താകും, നിസ്കാരം ഔട്ടാവും. അടുത്ത് 4, തുടർച്ചയായി 3 തവണ അനങ്ങുക. തുടർച്ചയായി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 3 തവണ അനങ്ങും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അനങ്ങി. നിസ്കാരത്തിൽ ഇങ്ങനെ അനങ്ങി, ഒരാൾ ഇങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ ആടി. അപ്പോൾ എന്താകും, ഓൻ്റെ നിസ്കാരം എന്താകും, ബാത്തിലാകും. 5-മത്തേത്, ഉമനീരല്ലാത്ത ഏതെങ്കിലും വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കും. എന്താ ഉമനീര് പറഞ്ഞാൽ, നമ്മളെ വായയിൽ ഇങ്ങനെ ഉണ്ടാകും ഒരു വെള്ളം, അതല്ലേ, അതാണ് ഉമനീര്. അത് നിസ്കാരത്തിൽ ഇറക്കിയ കുഴപ്പമുണ്ടോ? ഇല്ല. അതേസമയം നമ്മൾ നേരത്തെ നിസ്കരിക്കുന്നതിന് മുമ്പ് കുറച്ച് എന്ത് ചെയ്തിരുന്നു, പാല് കുടിച്ചിരുന്നു, അല്ലെങ്കിൽ ഐസ് കഴിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ മധുരം അല്ലെങ്കിൽ അതിൻ്റെ ഇത് നമ്മളെ വായിലുണ്ട്. ഐസ് നമ്മളെ വായിലുണ്ട്, അല്ലെങ്കിൽ ബിരിയാണി കഴിച്ചിരുന്ന വറ്റി നമ്മളെ വായിലുണ്ട്. അത് നമ്മൾ നിസ്കാരത്തിൽ എന്ത് ചെയ്തു, ഉമനീരിൻ്റെ കൂടെ ഇറക്കി എന്നാൽ പ്രശ്നമാണ്. അപ്പോൾ നിസ്കാരം ബാത്തിലാവും. ഉമനീരല്ലാത്ത ഏതെങ്കിലും വസ്തു ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ എന്താകും, നിസ്കാരം ബാത്തിലാവും. ഉമനീര് പ്രവേശിച്ചാൽ എന്താവില്ല, ബാത്തിലാവും. ഇവക്ക് മുബ്തിലാത്തു സ്വലാത്ത് എന്ന് പറയുന്നു. അടുത്ത്, നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് നാം ഡാഷ്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് നാം സൂക്ഷിക്കണം. സൂക്ഷിക്കണം എങ്ങനെ എഴുതുക, ആ എഴുത്തിൽ മിസ്റ്റേക്ക് വരും. അതുകൊണ്ടാണ് അതന്നെ ചോദിക്കുന്നത്, സൂക്ഷിക്കണം. ശരിയായ നിലക്ക് നിസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ പാഠവും അതുപോലെ ഈ തൊട്ട് മുമ്പുള്ള പിന്നെ പ്രാർത്ഥനയും ദിക്റുകളും എന്ന് പറയുന്ന ഈ പാഠവും, അതുപോലെ തന്നെ അബ്ആദു സുന്നത്ത് എന്ന് പറയുന്ന അബ്ആദു സുന്നത്തുകൾ, ചില പ്രത്യേക സുന്നത്തുകൾ എന്ന് പറയുന്ന അബ്ആദു സുന്നത്ത് പറയുന്ന ഈ 3 പാഠവും, ഈ 3 പാഠം തമ്മിൽ മിക്സ് ആക്കിയിട്ട് ചോദ്യം വരും. എങ്ങനെ ചോദ്യം വരിക, നിങ്ങൾക്ക് അബ്ആദു സുന്നത്ത് നിന്ന് കുറച്ച് തരും, അതുപോലെ തന്നെ പിന്നെ നിസ്കാരത്തിൻ്റെ കറാഹത്തുകളിൽ നിന്ന് കുറച്ച് തരും, മുബ്തിലാത്തു സ്വലാത്ത് നിന്ന് കുറച്ച് തരും. എന്നിട്ട് ഇത് വേർതിരിക്കുക, ഗ്രൂപ്പാക്കാൻ പറയും. ഇതിൽ നിന്ന് ഏതൊക്കെയാണ് മുബ്തിലാത്തു സ്വലാത്ത്, ഏതൊക്കെയാണ് കറാഹത്ത്, ഏതൊക്കെയാണ് അബ്ആദു സുന്നത്ത്. അപ്പോൾ ഇത് നിങ്ങൾ ഫുൾ കറക്റ്റായിട്ട് പഠിച്ചു പോകണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.